ഇപ്പം ഞാൻ പടം കാണുന്നതിന് മുമ്പേ വില്ലൻ ആരാന്ന് അറിഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത് ഇപ്പം ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ പടങ്ങൾ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അവരുടെ ആ പടത്തിൻ്റെ ഒരു ഇത് ഇല്ലാതാക്കാതിരിക്കാൻ ഒന്നും പറയാതിരിക്കുക. ഒരു രക്ഷയില്ല. എമ്പുരാൻ മൂവിയെ കാട്ടിയും കൂടുതൽ ഇതിലുണ്ട്. അതെ, എല്ലാവരും കാണാൻ കൊതിച്ച ലാലിന് കിട്ടി. ലാലേട്ടൻ്റെ പെർഫോമർ എന്നുള്ള രീതിയിൽ കുറേ നാൾക്ക് ശേഷമാണ് പുള്ളി 100% എന്തായാലും റിക്കമെൻഡഡ് ആണ്. എല്ലാവരും പോയി കാണുക. വളരെ എൻജോയ് ചെയ്തു. കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടൊരു ഫിലിം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തകർത്തു പൊളിച്ചു. നല്ല പടമാണ്. സൂപ്പർ സൂപ്പർ. അതെ 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 നല്ലായിരുന്നു. എല്ലാവരും പോയി കാണണം. പുള്ളി 100% എന്തായാലും റിക്കമെൻഡഡ് ആണ്. എല്ലാവരും പോയി കാണുക. നമുക്ക് ഫുൾ ഗൂസ് ബംസും മൊത്തം നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു. ശോഭനയും ആ ഒരു നമ്മൾ അതെ പഴയ ആ ഒരു ഇത് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. നമ്മൾ ആദ്യം ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് വിചാരിച്ചായിരിക്കും പോയി കാണുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. എന്തായാലും എല്ലാവരും പോയി കാണും. നല്ല പടമാണ്. മോഹൻലാൽ ഇനിയും തുടരും അല്ലേ? പിന്നെ അത് പറയണ്ടല്ലോ. ഇതുപോലെ ഒരു ലാലേട്ടനെ കാണാനാണോ പ്രേക്ഷകർ കൊതിച്ചിരുന്നത്? അതെ അതെ അതെ, എല്ലാവരും കാണാൻ കൊതിച്ച ലാലിന് കിട്ടി. ലാലേട്ടൻ്റെ പെർഫോമർ എന്നുള്ള രീതിയിൽ കുറേ നാൾക്ക് ശേഷമാണ് ഇത്ര നല്ലൊരു ഇത് കാണുന്നത്. ശോഭനയും ലാലേട്ടനായിട്ട് ഒരു കോംബോ ഒരുപാട് അതൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിരുന്നു. ഇപ്പോഴും പടം തരുൺമൂർത്തിയുടെ മൂന്നാമത്തെ സിനിമയാണ്. അപ്പോൾ അത് പുള്ളി പഴിച്ച മൂന്നാമത്തെ നേടി. ഒന്നിലും പഴിച്ചിട്ടില്ലല്ലോ. രണ്ടും നല്ല പടങ്ങളായിരുന്നു. അതുപോലെ ഇതും നല്ല പടം തന്നെ. രണ്ടും കണ്ടിട്ടുണ്ട്. അടിപൊളി പടം, നല്ല സ്റ്റോറി, എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാം. നല്ലൊരു പടം. വില്ലൻ എങ്ങനെയുണ്ട്? പുതുമുഖ നടനാണ് വില്ലൻ. വില്ലനും നല്ല റോളായിരുന്നു. പേരെന്തായിരുന്നു? നല്ല റോളായിരുന്നു. ലാലേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. അതെ അതെ, തരുൺമൂർത്തിയോട് ഭയങ്കര താങ്ക്സ് പറയണം. ലാലേട്ടനെ നന്നായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇതായിരുന്നു വേണ്ടത്. അതെ, ഇമോഷണൽ പിന്നെ ക്രൈം ത്രില്ലർ. ലാലേട്ടന്റെ ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാ, സൂപ്പർ, അടിപൊളി. മോഹൻലാലിന്റെ അടിപൊളി അടിയും നല്ല സൂപ്പർ. ഒന്നുകൂടെ കാണാൻ തോന്നുവാ. സൂപ്പർ സിനിമ പടം. മോഹൻലാലിന്റെ അടിപൊളി അഭിനയം. ഒരു കോംബോ എങ്ങനെയുണ്ട്? നല്ലതാണ്, നല്ല കോംബോയാണ്. ശോഭന ലാലേട്ടൻ കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? വർഷങ്ങൾക്ക് ശേഷം കാണാൻ കൊള്ളാം. മോഹൻലാൽ ഫാൻസിന് ഇഷ്ടപ്പെടും. ഒരു രക്ഷയില്ല. എമ്പുരാൻ മൂവിയെ കാട്ടിയും കൂടുതൽ ഇതിലുണ്ട്. ഒരു രക്ഷയില്ല. നല്ല ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ, എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. നമ്മുടെ ശോഭനയും ലാലേട്ടനായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലോ വീണ്ടും ഒരു നല്ല സിനിമയാണ്. പുള്ളിയുടെ ഒരു പെർഫോമൻസും ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എല്ലാ പാട്ടും നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. എമ്പുരാൻ കണ്ടതിലും ഇപ്പോഴാണ് ഒന്നുകൂടെ സന്തോഷമായിരുന്നു. ശോഭനമായിട്ടുള്ള ഒരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ആ പഴയ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല സിനിമ, കൊള്ളാം, എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. നല്ല ഇമോഷണൽ, അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒരു കംബാക്കാണ്. കുറേ നാൾക്ക് ശേഷം ഞാനിപ്പോൾ ലൂസിഫറിന് ശേഷം ഒരു തിയേറ്ററിൽ നിന്ന് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നത് ലാലേട്ടൻ്റെ ഒരു പടത്തിലാണ്. നല്ല മേക്കിംഗ്. തരുൺമൂർത്തി എല്ലാം നല്ലതാണ്. തരുൺമൂർത്തി ഹീസ് എൻ അപ്കമിങ് സൂപ്പർ സ്റ്റാർ. ഡയറക്ടേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആണ് പുള്ളിക്കാരൻ. ഓപ്പറേഷൻ ജാവ തന്നെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, കാസ്റ്റിംഗ് എല്ലാം അടിപൊളി. വില്ലൻ എടുത്ത് പറയേണ്ടതാണ് പ്രകാശ് വർമ്മ. അവൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അങ്ങേര് സ്ക്രീനിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പടം കാണുന്നതിന് മുമ്പേ വില്ലൻ ആരാന്ന് അറിഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത് ഇപ്പം ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ പടങ്ങൾ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അവരുടെ ആ പടത്തിൻ്റെ ഒരു ഇത് ഇല്ലാതാക്കാതിരിക്കാൻ ഒന്നും പറയാതിരിക്കുക. പടം എങ്ങനെയുണ്ട്, അടിപൊളിയാണ് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം എല്ലാവർക്കും പറയാവുന്നതാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. വേറെ സ്പോയിലേഴ്സ് ഒന്നും കൊടുക്കാതിരിക്കുക. ബുദ്ധിമുട്ടാണ്. അടിപൊളി പടം. കുറേ കാലത്തിന് ശേഷം നല്ലൊരു പടം. സാധാരണക്കാരും മാസം എല്ലാം ചേർന്ന സിനിമ. ഇങ്ങനെ ഒരു ലാലേട്ടനെ കാണാനായിട്ടായിരുന്നു. അതെ, തിരിച്ചു വരാൻ നല്ല പടം. ശോഭന മാം ലാലേട്ടനായിട്ട് ഒരുപാട് അടിപൊളി മൂവി. അടിപൊളി. ഇങ്ങനെ ഒരു ലാലേട്ടനെ കാണാൻ വേണ്ടിയാണോ നമ്മൾ? അതെ, തീർച്ചയായും. ഒരുപാട് നല്ലൊരു പടം. കുറേ നാളിന് ശേഷം കണ്ട ഏറ്റവും നല്ലൊരു ചിത്രം. പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടപ്പെട്ടു. വളരെ എൻജോയ് ചെയ്തു. കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടൊരു ഫിലിം
അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ലാലേട്ടനെ ആയിരുന്നു നമ്മൾ കാണാനായിട്ട് കുറിച്ച് സ്ക്രീൻ കുറെ കാലമായിട്ട് മിസ് ചെയ്ത ലാലേട്ടനെ തിരിച്ചു കിട്ടി. പടം നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ശോഭന മാമായിട്ടുള്ള ശോഭന മാമയുടെ കോംബോ അത് അടിപൊളിയായിരുന്നു. അതിലപ്പുറം മൊത്തം പടം സെറ്റാണ്.